ഒരുപാട് അമാനുഷികമായ സംഭവങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിന് പിന്നിലെ അമാനുഷികത ഇതാദ്യമായിരിക്കാം നമ്മൾ കേൾക്കാൻ പോകുന്നത്. റിലീസ് ചെയ്യാൻ പാടില്ല എന്നതിനു വേണ്ടി സ്ക്രിപ്റ്റിന്റെ ഒറിജിനൽ കോപ്പി എടുത്ത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇന്ന് ആ ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ സ്ക്രിപ്റ്റ് കാരണം ഒരുപാട് ജീവൻ നഷ്ടമായിട്ടുണ്ട്. പ്രധാനമായും ആ സ്ക്രിപ്റ്റ് വായിച്ച ഏതൊരു ലീഡ് ആക്ടേഴ്സും ജീവനോടെ ഇല്ല എന്നതാണ് സത്യം. നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കാം, ഇതൊക്കെ വെറുതെയാണ്, വെറും യാദൃശികത മാത്രമായിരിക്കാമെന്ന്. യാദൃശികത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്ത് 1-2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ നടക്കാം. എന്നാൽ ഈ ഒരു സ്ക്രിപ്റ്റ് കാരണം ഏകദേശം 7 തവണയിൽ കൂടുതൽ ഒരേപോലുള്ള സംഭവം നടന്നു. ഇതാണ് ഈ സിനിമയുടെ വലിയൊരു നിഗൂഢത. ഈ സിനിമയുടെ പേരാണ് അറ്റോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിന് പുറകിലെ അമാനുഷികതയാണ് അറിയാൻ പോകുന്നത്. ഈ കഥയുടെ തുടക്കം തന്നെ കാനഡയിൽ 1970 ഒരു പാട്ട് റിലീസാകുന്നു. ആ പാട്ടിൽ വളരെ അത്ഭുതകരമായ ഒരു പ്രണയ കഥയുണ്ടായിരുന്നു. ഈ കഥയ്ക്ക് പുറകിലാണ് എല്ലാ മാനുഷികതയും ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ പാട്ടിൽ എന്ത് പ്രണയ കഥയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, വളരെ സമ്പന്നയായ ഒരു പെൺകുട്ടി കാനഡയിലെ ഒരു ഹിൽ സ്റ്റേഷൻ കാണാനായി വരുന്നു. അവൾ വന്ന് ഒരാഴ്ചയിൽ ആ സ്ഥലം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കാണുന്നു. അങ്ങനെ ഒരു ദിവസം ആ ഹിൽ സ്റ്റേഷനിലെ ഒരു യുവാവ് ആ പെൺകുട്ടിയെ കാണുന്നു. അവൻ അവളെ ഒരുപാട് ഇഷ്ടമായി. ഒരു ദിവസം ആ പെൺകുട്ടി തന്റെ യാത്ര അവസാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് പോകുന്ന സമയം അവൾ പോലും അറിയാതെ അവൻ അവളുടെ കാർ ഡിക്കിയിൽ കയറി ഒളിച്ചു. അവളും നേരെ സിറ്റിയിലേക്ക് വരുന്നു. എന്നാൽ കാർ ഡിക്കിയിൽ അവനെ കണ്ട പെൺകുട്ടിക്ക് ദേഷ്യം വരികയും അവനെ വഴക്ക് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു. പക്ഷേ അവൻ തിരിച്ചു പോയില്ല. ആ സിറ്റിയിൽ തന്നെ പല ജോലികൾ നോക്കാൻ തുടങ്ങി. കുറച്ചായി കാശ് ചേർത്ത് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ആ കാനഡ സിറ്റിയിൽ തന്നെ ഒരു സമ്പന്നന്റെ മകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടെയ്നർ ലോറി അവളെ ഇടിക്കാനായി വന്നു. എന്നാൽ ഇവൻ ഓടിച്ചെന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. അതിന് പ്രതിഫലമായി ആ സമ്പന്നൻ ഒരുപാട് കാശ് അവന് വാഗ്ദാനം ചെയ്തു. എന്നാൽ തനിക്ക് കാശിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ ഈ വളർച്ചയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തൊഴിലിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മാത്രം മതിയെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സമ്പന്നൻ തന്റെ കമ്പനിയിൽ അവനൊരു ചെറിയ ജോലി കൊടുക്കുകയും തന്റെ ഈ വളർച്ചയുടെ എല്ലാം രഹസ്യം എന്താണെന്ന് അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവനും അവന്റെ ജോലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും വളർന്ന് ഒരു കാലത്ത് കാനഡയിലെ തന്നെ വലിയൊരു സമ്പന്നനായി മാറുകയും ചെയ്തു. ഇപ്പോൾ അവന് പണമുണ്ട്, സ്വത്തുണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട്, സമൂഹത്തിൽ നല്ലൊരു പേരുണ്ട്. എന്നാൽ ഒന്നു മാത്രമില്ല, അവൻ എന്തിനാണ് കാനഡയിലേക്ക് വന്നത്? താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി, അവളെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി. അതിനാൽ അവളെ അവൻ വീണ്ടും തിരയാൻ തുടങ്ങി. എന്നാൽ ആ കാനഡ മുഴുവൻ തിരിഞ്ഞിട്ട് പോലും അവനെ കൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരവസ്ഥയിൽ അവനെ കൊണ്ടത് മാനസികമായി ഉൾക്കൊള്ളാനേ സാധിച്ചില്ല. ഭ്രാന്ത് പിടിച്ച് കാനഡ തെരുവുകളിൽ അവൻ അലയാൻ തുടങ്ങി. ഈ ഒരു പാട്ടിൽ ഇൻസ്പയർ ആയി ഇതിനെക്കുറിച്ചുള്ള ഒരു നോവൽ റിലീസാകുന്നു. ആ നോവലിന്റെ പേരാണ് ദ ഇൻകംപാരബിൾ അറ്റോ. ഈ നോവൽ ഹിറ്റാകുന്നു. പ്രധാനമായും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ദൃശ്യം സിനിമ ഹിറ്റായത്, അതുപോലെ ഈ നോവലും വലിയ ഹിറ്റാകുന്നു. അങ്ങനെ ഹിറ്റായ അവസാനം 1977 ഫേമസ് കനേഡിയൻ ഡയറക്ടർ നോർമൻ ജൂവീസിന്റെ കയ്യിലേക്ക് ഈ നോവൽ എത്തുകയാണ്. അദ്ദേഹം ഈ നോവൽ വായിക്കുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് എത്രത്തോളം മനോഹരമായൊരു നോവലാണ്, ഇതെങ്ങനെയും ഒരു സിനിമയായി എടുക്കണം അദ്ദേഹം തീരുമാനിച്ചു. ഉടനെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ സ്ക്രിപ്റ്റ് ഡയറക്ടർ ടോഡ് കരോളിനെ ഫോൺ ചെയ്യുന്നു. ഈ ഒരു നോവലിനെ കുറിച്ച് പറയുകയും അതിനെ അടിസ്ഥാനമാക്കി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും ആവശ്യപ്പെടുന്നു. ഈ സ്ക്രിപ്റ്റ് ഈ ലോകത്തിൽ ആരും എഴുതാത്ത അളവിൽ അത്രത്തോളം മനോഹരമായിരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ടോഡ് കരോളിൻ ആ നോവൽ വായിച്ച ഉടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഒരുപാട് തിരുത്തലുകൾക്കൊടുവിൽ 1979 സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരുമുണ്ട്. എന്നാൽ സിനിമയ്ക്ക് ഒരു ലീഡ് ആക്ടർ ആവശ്യമാണ്. അതിനായി ആരെ വിളിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫേമസ് കൊമേഡിയൻ ആക്ടർ ജോൺ ബെലൂഷിയെ ഈ സിനിമയുടെ ലീഡ് റോളിനായി ക്ഷണിക്കുന്നു. ജോണിന്റെ കയ്യിൽ ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. അദ്ദേഹം വായിക്കുന്നു, വളരെ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സ്ക്രിപ്റ്റിൽ അദ്ദേഹം അത്രത്തോളം സന്തുഷ്ടനായിരുന്നു. അങ്ങനെ അറ്റൂക്ക് എന്ന സിനിമയുടെ ഹീറോ ആയി അഭിനയിക്കാൻ ജോൺ സമ്മതിക്കുന്നു. 1981 അതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഇവിടെ മുതലാണ് ഈ സ്ക്രിപ്റ്റിന് പുറകിലെ അമാനുഷികത തുടങ്ങുന്നത്. ഈ സ്ക്രിപ്റ്റ് വായിച്ചതിനു ശേഷം ജോണിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു.
പ്രധാനമായും അമാനുഷികമായ പല അനുഭവങ്ങൾ. ഒരു കൊമേഡിയൻ ആക്ടർ ആയതുകൊണ്ട് തന്നെ അയാൾ എപ്പോഴും തമാശ പറയുകയും ചിരിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യും. എന്നാൽ എപ്പോഴാണോ ഈ സ്ക്രിപ്റ്റിന് വേണ്ടി എഗ്രിമെന്റ് സൈൻ ചെയ്തത്, അപ്പോൾ മുതൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നു. ഇത് കാരണം അയാളുടെ കോമഡി സെൻസ് മുഴുവനായും നഷ്ടമായി. മയക്കുമരുന്നിന് അടിമയായി. ഒരു ദിവസം ഇയാൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. രാത്രിയായിരുന്നു ആ ഹോട്ടലിൽ താമസിക്കാൻ പോയത്. 1982 മാർച്ച് മാസം 5 രാവിലെ ജോൺ ബെലൂഷിയുടെ ഫ്രണ്ടായ വാലസ് അയാളുടെ മുറിയിലേക്ക് വന്നു. ഈ സമയം ബെലൂഷി കട്ടിലിൽ മരിച്ചു കിടക്കുന്നതായിരുന്നു കണ്ടത്. മയക്കുമരുന്നിന്റെ അളവ് കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ജോൺ ബെലൂഷി അയാളുടെ 33-ാം വയസ്സിൽ മരിച്ചു. ഇയാളുടെ മരണശേഷം ഈ ഒരു സ്ക്രിപ്റ്റ് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതൊരു സിനിമയായി എടുക്കാനും സാധിച്ചില്ല. വെറും ഒരു സ്ക്രിപ്റ്റായി തന്നെ അങ്ങനെ ഇരുന്നു. ഏകദേശം 5 വർഷങ്ങൾ കഴിഞ്ഞ് 1987 മറ്റൊരു ഫേമസ് കൊമേഡിയൻ ആക്ടറായ സാം കിന്നിൻസന്റെ കയ്യിൽ ഈ ഒരു സ്ക്രിപ്റ്റ് പോവുകയാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് സാമിന് കൊടുക്കുന്നു. അയാളത് വായിക്കുന്നു. വായിച്ചുടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ സ്ക്രിപ്റ്റ് റൈറ്ററോട് ഈ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും സിനിമയുടെ പ്രൊഡ്യൂസർ ആയാലും ഈ ഒരു സ്ക്രിപ്റ്റിൽ യാതൊരു മാറ്റവും ഞങ്ങളെ കൊണ്ടുവരുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ശരി, എന്തെന്നെയായാലും തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 1992 ഏപ്രിൽ മാസം 10 അയാൾ അയാളുടെ ഫ്രണ്ടിന്റെ കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പോയ വഴിയിൽ തന്നെ വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അയാളുടെ തലയിൽ വലിയ മാരകമായ പരിക്ക് സംഭവിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് സാം കിന്നിൻസന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അയാൾ പിന്നീടൊരു സമയം പറഞ്ഞത് ആക്സിഡന്റ് ആയതിനു ശേഷം പോലും സാമിന് ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആരുമില്ലാത്ത റോഡിനെ നോക്കി ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ എന്ന് മരിക്കുന്നതുവരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരോടോ യാചിക്കുന്നത് പോലെയായിരുന്നു അതെനിക്ക് തോന്നിയത്. അതിലും പ്രധാനമായി അയാളുടെ ആ സമയത്തെ പെരുമാറ്റം കണ്ടപ്പോൾ എന്തോ ഒന്നിനെ കണ്ട് ഭയന്നതുപോലെയാണ് തോന്നിയത്. മരിക്കുന്നത് വരെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഓക്കെ 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 ഇങ്ങനെ പറഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. കൂടാതെ സാമിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് അയാളുടെ പ്രവൃത്തിയിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. അയാളുടെ കണ്ണിൽ എന്തോ ഒരു അമാനുഷികമായ സംഭവം കണ്ടു, അല്ലെങ്കിൽ ഒരു അമാനുഷികമായ രൂപത്തെ കണ്ടു. അത് കണ്ട് അയാൾ വല്ലാതെ ഭയന്നു. അതേ സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കണ്ണുകൾക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തെ നോക്കി അങ്ങനെ പറഞ്ഞു. അങ്ങനെ 38 വയസ്സിൽ സാം കിന്നിൻസൺ മരിച്ചു. ഈ ഒരു സംഭവം കാനഡ മുഴുവനും കാട്ടുതീ പോലെ പടർന്നു. ഇപ്പോഴാണ് എല്ലാവരും ഈ സ്ക്രിപ്റ്റിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സൈൻ ചെയ്ത എല്ലാവരും മരിച്ചു പോകുന്നത് എന്ന് പറയാൻ തുടങ്ങി. ഒരുപാട് പേർ അത് വിശ്വസിക്കാനും തുടങ്ങി. മറ്റു ചിലർ പറഞ്ഞത് ഇതൊക്കെ വെറും കിംവദന്തി മാത്രമാണ്, യാദൃശ്ചികത മാത്രമാണ്. 2 പേർ മരിച്ചു. ആ 2 പേരും ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷെ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ സ്ക്രിപ്റ്റിന് യാതൊരുവിധ പ്രശ്നവുമില്ല, നല്ലത് തന്നെയാണ്. അങ്ങനെ ഈ സിനിമയെ പലരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം 1993 ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ജോൺ കാൻഡി എന്ന അഭിനേതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അയാളും അത് വാങ്ങി വായിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഭിനയിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നയാൾ പറയാനും തുടങ്ങി. അങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു. സിനിമയുടെ ആവശ്യത്തിനായി ജോൺ കാൻഡി ഒരാഴ്ചയോളം ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്നു. 1994 മാർച്ച് മാസം 4 ഹോട്ടലിൽ അയാൾ ബോധമില്ലാതെ കിടക്കുന്നതായിരുന്നു കണ്ടത്. എല്ലാവരും കരുതിയത് അയാൾക്ക് ബോധം നഷ്ടമായത് എന്നാണ്. സത്യത്തിൽ അയാൾ മരിച്ചു കിടക്കുകയായിരുന്നു. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തന്റെ 43-ാം വയസ്സിൽ ജോൺ മരിച്ചു. സത്യത്തിൽ ജോണിന്റെ കയ്യിൽ ഈ സ്ക്രിപ്റ്റ് ആര് കൊടുത്തുവെന്ന് ചോദിച്ചാൽ മൈക്കിൾ ഒഡോനോഗ് എന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇതിനു മുൻപ് ബെലൂഷിയുടെ കയ്യിലും ഇയാളാണ് സ്ക്രിപ്റ്റ് കൊടുത്തത്. ശരി, ഈ സ്ക്രിപ്റ്റ് റൈറ്റർക്കാണെങ്കിലും എന്തെങ്കിലും നല്ലത് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ 1994 നവംബർ 8 അയാളുടെ 54-ാം വയസ്സിൽ വളരെ അമാനുഷികമായ രീതിയിൽ മരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഇതിൽ അഭിനയിക്കാൻ സമ്മതിച്ചവരൊക്കെ മരിച്ചു, എന്നാൽ അവരുടെ കയ്യിൽ ഈ സ്ക്രിപ്റ്റ് കൊണ്ടു കൊടുത്തയാൾ എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ ഇയാൾ ആ സ്ക്രിപ്റ്റ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് വെറുതെ കൊണ്ടു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അത് ശരിയാണോ എന്ന് പരിശോധിക്കും. ആക്ടേഴ്സ് ഒരു തവണയാണ് ആ സ്ക്രിപ്റ്റ് വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇയാളത് 4 തവണയെങ്കിലും ഒരു ദിവസം വായിക്കും. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പോഴും അയാളത് വീണ്ടും വീണ്ടും വായിച്ച് ആ സ്ക്രിപ്റ്റിനോട് ഒരു പ്രത്യേക പ്രണയം തന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് അയാളുടെ മരണവും വളരെ വിചിത്രമായ രീതിയിൽ തന്നെ ആയത്. ഇപ്പോൾ ലോകത്തിലെ എല്ലാവർക്കും മനസ്സിലായി ഈ സ്ക്രിപ്റ്റിന് പുറകിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന്. സത്യത്തിൽ ഈ ഒരു സ്ക്രിപ്റ്റ് ശപിക്കപ്പെട്ട ഒന്നായിരിക്കാമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ശരി, ഒറിജിനൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താം എന്ന് കരുതുകയും അത് വീണ്ടും എഴുതാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സ്ക്രിപ്റ്റിന് നടുവിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1996 വീണ്ടും ഈ ഒരു സ്ക്രിപ്റ്റിനെ സിനിമയാക്കാനായി ക്രിസ് പാർലി എന്ന ഒരു നടന്റെ കയ്യിൽ കൊടുക്കുന്നു. അദ്ദേഹവും ഈ സ്ക്രിപ്റ്റ് വായിച്ച ഉടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ഈ സിനിമയിൽ താൻ അഭിനയിക്കാമെന്ന് അപ്പോൾ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഈ ക്രിസ് ജോൺ ബെലൂഷിയുടെ വലിയൊരു ഫാനായിരുന്നു. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടും സാധിക്കാതെ പോയ സിനിമയിൽ തനിക്ക് അഭിനയിക്കാൻ കഴിയുന്നതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ക്രിസിന് പോലും അതിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. അധികമായ മയക്കുമരുന്ന് ഉപയോഗവും മദ്യപാനവും മൂലം 1997 നവംബർ മാസത്തിൽ ആരോഗ്യനില മോശമായി ആശുപത്രിയിലേക്ക് പോകുന്നു. 1997 ഡിസംബർ 18 തിരികെ വീട്ടിലേക്ക് വന്ന് വീണ്ടും മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ക്രിസ് മരിച്ചു. ബെലൂഷിയെ പോലെ തന്നെ തന്റെ 33-ാം വയസ്സിലായിരുന്നു ക്രിസ് ഫാർലി മരിച്ചത്. അതേ വർഷം വില്ലി ഹാർലി എന്ന ഒരു ആക്ടർ ഈ സ്ക്രിപ്റ്റ് വായിച്ചു. അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടുകയും അഭിനയിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ 1998 മെയ് മാസം 28 സ്വന്തം ഭാര്യ തന്നെ അയാളെ വെടിവെച്ചു കൊന്നു. ആ സമയം വില്ലിക്ക് 49 വയസ്സായിരുന്നു. ഭർത്താവിനെ കൊന്ന ശേഷം അയൽവാസിയുടെ വീട്ടിൽ വന്ന് ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നു എന്ന് സമ്മതിച്ചു. അയൽവാസി പോലീസിന് വിവരം അറിയിച്ചു. വീണ്ടും ആ ക്രൈം സീനിൽ വന്നിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തെ നോക്കി ഐ ടോൾഡ് യു ഐ ഡിഡ് ഇറ്റ്, ഐ ടോൾഡ് യു ഐ ഡിഡ് ഇറ്റ്, ഐ കിൽഡ് ഹിം, ഐ കിൽഡ് ഹിം, ഐ ഡിഡ്ന്റ് നോ വൈ ഐ ഡിഡ് ഇറ്റ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് അയൽവാസി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് സംഭവസ്ഥലത്ത് വന്നപ്പോഴും അവർ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവർ രണ്ടുപേരുടെ മരണം കൂടി ആയപ്പോൾ എല്ലാവരും ഒരു കാര്യം തീരുമാനിച്ചു: ഈ സ്ക്രിപ്റ്റ് ശപിക്കപ്പെട്ടതാണ്. ഇത് ആരൊക്കെ വായിക്കുന്നുവോ അവരാരും ഇപ്പോൾ ജീവനോടെ ഇല്ല. തീർച്ചയായും ഇതിനുള്ളിൽ എന്തോ ഒരു ശാപമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ആരും വായിക്കാതിരിക്കാനായി അതിന്റെ കോപ്പി എവിടെയോ കൊണ്ടുപോയി മറച്ചു വെച്ചു. ഇന്നുവരെയും ആ ഒറിജിനൽ സ്ക്രിപ്റ്റ് എവിടെയാണെന്ന് ആരെ കൊണ്ടും കണ്ടെത്താൻ സാധിച്ചില്ല. സമീപകാലത്ത് പോലും ഈ സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള തിരച്ചിൽ ഒരുപാട് പേർ നടത്തി. ഇപ്പോഴും ഇതിന്റെ കോപ്പീസ് ഒരുപാട് ഇന്റർനെറ്റിലുണ്ട്. എന്നാൽ അതൊന്നും ഒറിജിനൽ അല്ല. സത്യത്തിൽ അതൊക്കെ ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് ആരെക്കൊണ്ടും കൺഫേം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. കാരണം ഒറിജിനൽ കോപ്പി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അതാരും കണ്ടിട്ടുമില്ല. ഇപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം: ഈ സ്ക്രിപ്റ്റ് സത്യത്തിൽ ശപിക്കപ്പെട്ട സ്ക്രിപ്റ്റാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇത് വായിച്ച എല്ലാവരും മരിച്ചത് വെറും ഒരു യാദൃശ്ചികത മാത്രമായിരിക്കുമോ? അങ്ങനെ ഒരു സ്ക്രിപ്റ്റിന് പുറകിൽ അമാനുഷികതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റിൽ പറയുക. മികച്ച കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.